എ.പി. അബ്ദുൽ ഖാദർ മൗലവി എഴുതിയതും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം പ്രസിദ്ധീകരിച്ചതുമാണ്. ഈ പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിന്റെ തേട്ടമാണത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഉപകാരലബ്ധിക്കോ ദുരിതമോചനത്തിനോ വേണ്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് തദടിസ്ഥാനത്തിൽ സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണത്. പ്രാർത്ഥന എന്താണെന്ന് വിശദീകരിക്കുകയാണ് മൗലവി സാഹിബ് ഇതിന്റെ 24-ാമത്തെ പേജിൽ. അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കി ഇതിന്റെ 39-ാമത്തെ പേജിൽ പറയുന്നു, അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടുക്കുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിന്റെ തേട്ടമാണ് ദുആ എന്നും അത് അല്ലാഹു അല്ലാത്തവരോട് പ്രകടിപ്പിക്കൽ ശിർക്കാണെന്നും മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രകടനം ഒരു വ്യക്തിയോടാകാം, ഒരു വസ്തുവോടാകാം, ഒരു പ്രവൃത്തിയോടാകാം. എല്ലാം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ, വകഭേദങ്ങൾ, ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് ചുറ്റും നിരന്നു കിടക്കുന്നു. ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇനിയും അവരുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇപ്പൊ എന്താന്ന് വെച്ചാൽ, അഭൗതികമായ മാർഗത്തിൽ ഒരു വസ്തുവിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഗുണം പ്രതീക്ഷിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അത് വസ്തുവിനോടായാലും ശരി, വ്യക്തിയോടായാലും ശരി. അതായത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവർ പുറത്ത് പറയാറുള്ള മരിച്ചവരോട് പ്രാർത്ഥിക്കലിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നത് ശരിയല്ല. മരിച്ചവരോട് പ്രാർത്ഥിക്കൽ മാത്രമല്ല, കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാന്നാണ്. സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തൊരു സംഗതി ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും ശിർക്കാണ്, മരിച്ചവരോട് ചോദിച്ചാലും ശിർക്കാണ്. എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിൽ വ്യക്തി മാത്രമല്ല വസ്തുവിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ശിർക്കാണ്. എങ്കിൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുർആനിന്റെയും സഹാബത്തിന്റെയും നിലപാട് എന്താണ്? വളരെ ചുരുക്കി ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമത് നമ്മൾ നോക്കുക, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ബിൽഖീസ് രാജ്ഞി എന്ന് പറയുന്ന സബയിലുണ്ടായിരുന്ന സൂര്യനെ ആരാധിക്കുന്ന രാജ്ഞിയും അവരുടെ ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് പുറപ്പെട്ടതിന് ശേഷം വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം തന്റെ സദസ്സിനോട് പറഞ്ഞു, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുകും യതീനി ബിഅർശിഹാ ഖബ്ല അൻ യതൂനി മുസ്ലിമീൻ ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ അയ്യുഹൽ മലഉ, എൻ്റെ സൈന്യമേ. സുലൈമാൻ നബിയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ ഏഴാംകൂലി മുതൽ ഞാഞ്ഞൂല് വരെയുള്ള സകല സാധനങ്ങളുള്ള സദസ്സാണ്. ആ സദസ്സിന്റെ നേരെ നോക്കി സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാണ്, എൻ്റെ സൈന്യമേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവന്ന് തരിക എനിക്ക്? ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, വിശ്വാസികളായ അവർ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ്. പ്രാർത്ഥനക്ക് കുഞ്ഞീദ് മദനി പറഞ്ഞ നിർവചനവും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം, എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ നിർവചനവും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. അതെന്തായിരുന്നു? സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തൊരു സംഗതി അല്ലാഹു അല്ലാത്ത വസ്തുവിൽ നിന്ന് പ്രതീക്ഷിച്ചാലും വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും മരിച്ചവരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും അത് ദുആയാണ്, തദ്വാരാ അത് ശിർക്കാണ് എന്നാണ് മുജാഹിദിന്റെ പ്രഖ്യാപിത നയം. പക്ഷെ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പുറത്ത് പറയുമ്പോൾ എന്തുമാത്രം പറഞ്ഞു നടക്കുന്നു മാത്രം, മരിച്ചോലോട് പ്രാർത്ഥിക്കലെന്ന് മാത്രം പറയും എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, ബിൽഖീസ് രാജ്ഞിയും കൂട്ടരും വിശ്വാസികളായി എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ഇവിടെ ആര് കൊണ്ടുവന്ന് തരും? അപ്പൊ കാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്നൊരു കൊടിയ പിശാച് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക,
രാജാവെന്ന നിലക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഏതാനും മണിക്കൂറുകൾ പ്രജകളുടെ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ട്. ആ സമയം കഴിഞ്ഞ് നിങ്ങളുടെ സിറ്റിംഗ് തീരുന്നതിനിടക്ക് ഞാനത് കൊണ്ടുവന്ന് തരാം, അതിനെനിക്ക് സാധിക്കും, ഞാനതിൽ വിശ്വസ്തനാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് പോരാ, അതിലും എളുപ്പത്തിൽ എത്തണം. അപ്പോൾ ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. വേദങ്ങളെ സംബന്ധിച്ച് വിജ്ഞാനമുള്ള ഒരാൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നു, സുലൈമാൻ നബിയെ, നിങ്ങളുടെ കണ്ണ് ഇമ വെട്ടിമിഴിക്കുന്നതിന് മുമ്പായി ആ സിംഹാസനം അഥവാ